ഹലോ മക്കളെ, +2 മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചാപ്റ്ററിൽ നിന്ന് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഒരു ചോദ്യം എക്സാമിന് ഉണ്ടാകും. സാധാരണ രീതിയിൽ എക്സാം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്: x⁻sin x ഡെറിവേറ്റീവ് എന്താണ്? ഇതുമല്ലെങ്കിൽ x⁻y ഉം y⁻x ഈക്വൽ ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ദി ഗിവൺ ഫംഗ്ഷൻ. അതുമല്ലെങ്കിൽ x⁻x + x⁻sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഈ കാണുന്ന 3 ചോദ്യം മാത്രമാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറ്. ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാറില്ല. പക്ഷേ ഒരിക്കൽ മാത്രം നമുക്ക് എന്താണ് ചോദ്യം മാറുമെന്നിരുന്നു. മക്കളെ, ഈ കാണാൻ ചോദ്യം നമ്മൾ ആദ്യമായിട്ട് എക്സാം ഹാളിൽ കാണുകയാണെങ്കിൽ അത്രമേൽ ഈസി ആയിട്ട് ഒരാൾക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ കാണുന്ന ചോദ്യം നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ എക്സാമിനേഷന്റെ പാറ്റേൺ എല്ലാം തന്നെ മാറി വരുന്നുണ്ട്. സോ ഈ കാണുന്ന ചോദ്യം നമുക്ക് എന്താണ് വേണമെങ്കിൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. പഠിക്കാതെ ഒരാൾ പോലും പോരുത്. പിടിച്ചോളൂ, ഇതാണ് ക്വസ്റ്റ്യൻ. e⁻x - y എന്ന് പറയുന്നത് x⁻y അങ്ങനെയാണെങ്കിൽ dy/dx = log x / log ex ഹോൾ സ്ക്വയർ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. മക്കളെ, മേലെ ഫംഗ്ഷൻസ് ഉണ്ട്. മേലെ ഒരാളുണ്ടെങ്കിൽ മേലെ ഉള്ളവനെ താഴെ ഇറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അപ്ലൈ ലോഗരിതം. രണ്ട് ഭാഗത്ത് നമ്മൾ എന്താണ് ലോഗരിതം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. log e⁻x - y = log x⁻y. മേലെയുള്ളവൻ എന്താ നേരെ അടിയിലോട്ട് താഴെ ഇറങ്ങി വരും. മേലെയുള്ളവൻ നേരെ തന്നെ താഴെ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. മക്കളെ, x - y താഴെ ഇറങ്ങി. x - y * log e = y log x. നമുക്ക് എല്ലാവർക്കും അറിയാം log e എന്ന് പറയുന്നത് 1 ആണെന്ന്. log e 1 അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കൂ. log e = 1. ഓക്കെ, സോ x - y എന്താ? x - y it is nothing but y log x. നമ്മൾ നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലേക്ക് മാറ്റണം. എന്താണ് എക്സ്പ്ലിസിറ്റ്? y = f(x) എന്ന് പറഞ്ഞ ഫോമിൽ എഴുതുക. അപ്പൊ എന്താ? y = f(x) എന്നുള്ള രൂപത്തിൽ മാറ്റണം. അതായത് ഒരു ഭാഗത്ത് y, വലതുഭാഗത്തോ കംപ്ലീറ്റ് എക്സിന്റെ ടേംസ് മാത്രം. അതുകൊണ്ട് ഞാൻ y ടേംസ് എല്ലാം ഒരു ഭാഗത്ത് എഴുതാൻ വേണ്ടി പോകുന്നു. അതിന് വേണ്ടി നോക്കിയ മക്കളെ, -y നേരെ എപ്പുറം കൊണ്ടുപോയി. സോ അവൻ എന്തായി മാറി? അവൻ +y ആയിട്ട് മാറി. സോ x = y log x + y. നോക്കുമ്പോൾ എന്താ? രണ്ട് ടേമിലും y കോമണാ. ഞാൻ y കോമണായി പുറത്ത് എഴുതി. y കോമണായി പുറത്ത് വന്നാൽ ബാക്കി എന്തുണ്ട്? 1 + log x. അതെങ്ങനെ കിട്ടി? ഈ കാണുന്ന y പോയി, ബാക്കി അവിടെ എന്താ? 1 ഉണ്ട്. ഈ കാണുന്ന y പോയി, ബാക്കി അവിടെ ഉണ്ട് log x ഉണ്ട്. ഇതാണ് മക്കളെ 1 + log x. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 + log x എന്ന് എഴുതാം, അല്ലെങ്കിൽ log x + 1 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകുന്നു. നേരെ തന്നെ ഇതാണ് എൻ്റെ x എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യം വയ്യ. ഞാനിതാ y മാത്രം ഇവിടെ നിർത്തി. ഈ കാണുന്നവനെ നേരെ തന്നെ നോക്കിയാൽ y അവിടെ നിർത്തി. ഈ കാണുന്നവനെ നേരെ എന്താണ് ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. സോ y = എന്ത് കിട്ടി? x / 1 + log x. അപ്പോൾ y എന്ന് പറയുന്നത് x / 1 + log x എന്ന് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായി കാണും. നമ്മൾ രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. അതായത് നമ്മൾ dy/dx കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. എന്താ dy/dx? നോക്കുമ്പോൾ മനസ്സിലായി. എനിക്കിതെൻ്റെ വലതു ഭാഗത്ത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ഫോമാണ് അല്ലേ? എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. എല്ലാവർക്കും കോച്ച് റൂൾ കൃത്യമായിട്ട് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്റർ 1 + log x into derivative of numerator x in derivative എന്താണ്? it is same as 1 minus numerator into x into derivative of denominator താഴത്ത് കിടക്കുന്ന 1 + log x in derivative. 1 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. log x ന്റെ മക്കളെ 1/x. so 0 + 1/x it is same as 1/x whole divided by denominator square. അതായത് 1 + log x ന്റെ സ്ക്വയർ. ഇതാ എക്സും വെട്ടിപ്പോയി. ബാക്കിയുള്ളവരെ മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് കിട്ടും? 1 + log x. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു -1 ഡിവൈഡഡ് ബൈ 1 + log x ഹോൾ സ്ക്വയർ. ഇതാ +1 -1 ക്യാൻസൽ ആയിപ്പോയി. നോക്കുമ്പോൾ dy/dx it is nothing but log x divided by 1 + log x ഹോൾ സ്ക്വയർ.
ഞാൻ പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ള dv/dx നോക്കുമ്പോൾ വളരെയധികം സാമ്യമുണ്ട്. മേലെയുള്ള log x കിട്ടിക്കഴിഞ്ഞു. പക്ഷേ താഴെ എന്താണ് log ex ആണ് ആവശ്യം, അല്ലാതെ 1 + log x അല്ല. ഈ ആവശ്യമുണ്ട്. ഈ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരെ എൻ്റെ കണ്ണെന്താ ഈ പറയുന്ന 1ലേക്ക് കൊണ്ടുപോയി. 1 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം log e ആണ്. log e it is same as 1. ഓക്കെ, ഞാൻ എന്ത് എഴുതി മക്കളെ? log x divided by log e plus log x whole square. ഇത് ഫോർമാറ്റാ log a plus log b. നമുക്കറിയാം log a plus log b it is same as log ab ആണെന്നറിയാം. സോ log x divided by log ab. എന്താ a എന്ന് പറയുന്നത് e ആണ്. എന്താ b എന്ന് പറയുന്നത് x ആണ്. ഈ x പുറത്തെന്താ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്, ഹോൾ സ്ക്വയർ. ഇതല്ല പ്രൂവ് ചെയ്യാൻ ആവശ്യം. സോ dv/dx it is nothing but log x divided by log ex whole square. ഇത്ര മാത്രം മക്കളെ ഈ കാണാൻ ചോദ്യം വരുന്നത്. മക്കളെ മറ്റു വീഡിയോയിൽ പിന്നീട് കാണാം. ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ് ലേണിംഗ്. അതുപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ ക്ലാസിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക. ബൈ.